കിടക്കര മൂട് ഇടതു വെട്ടി വലതു കേറി BJPക്ക് ഇട്ട് പണിഞ്ഞ ഓതിരം കടകം എന്തൊക്കെ കാണണം. രാഷ്ട്രീയ ഗോതയിൽ തീ മാറുകയല്ലേ സുഹൃത്തുക്കളെ. അന്തകമ്മി ളെ കാണോ. അയ്യോ, എന്തൊക്കെയായിരുന്നു. സന്ദീപിന് വേണ്ടി ഞങ്ങൾ വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. അടച്ചേക്ക് കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചു. അല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കണമായിരുന്നു. ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. കാരണം വർഗീയതയുടെ കാളിയനെ കോൺഗ്രസ് കഴുത്തിലണിഞ്ഞോട്ടെ. കോൺഗ്രസിന് അതിനുള്ള അർഹതയുള്ളൂ. ഞങ്ങൾ എന്തെങ്കിലും ക്ഷമിച്ചു. സന്ദീപ് ജി വാര്യർ ഇങ്ങോട്ട് വരും എന്ന അവസാന നിമിഷം വരെയും ഗോവിന്ദൻ സഖാബ് കണക്ക് കൂട്ടി. പക്ഷേ ഓനങ്ങ് കോൺഗ്രസിൽ പോയിടെ. ഇടത് എനിക്ക് വേണ്ട, വലത് മതിയെന്ന്. സാരമില്ല, ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് പോയി. സാരമില്ല, ഞങ്ങളോട് ചർച്ച ചെയ്തായിരുന്നു. കോൺഗ്രസിനോടും ചർച്ച ചെയ്തു. അപ്പൊ ഏതാന്ന് വെച്ചാൽ ഇവരുടെ പാർട്ടിയിലോട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചർച്ച ചെയ്തു. അതെ, നിങ്ങൾ പറഞ്ഞു വേണ്ടെന്ന്. ഞങ്ങൾ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടം. അത് ഞങ്ങളിപ്പോ ആര് വേണമെങ്കിലും ഇപ്പോ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ മാറ്റം വന്ന് ആര് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാലും ഞങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കും. പോയാലും നമ്മൾ സ്വീകരിക്കും. അതിപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് മാറി വന്നാൽ ഞങ്ങൾ സ്വീകരിക്കില്ല. പക്ഷെ നിലപാട് മാറി വരണം. വന്നാൽ ഞങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കും. ഇടത്തോട്ടാണ് നിങ്ങൾ ചെങ്കോണകം തന്നെ പിടിക്കണം. അതെ, ചെങ്കൊടി അല്ലേ? ചെങ്കൊടി അത് പിടിക്കണം. പിന്നെ ഓരോരുത്തരുടെ തീരുമാനങ്ങളല്ലേ ഞങ്ങൾ. തൊട്ടടുത്ത നിമിഷം MP രാജേഷിന്റെ പ്രതികരണം, വർഗീയതയുടെ കാളിയനെ കോൺഗ്രസ് കഴുത്തിലിട്ടോട്ടെ. എന്നിട്ട് എന്തിനിടെ ആ കാളിയനെ നിങ്ങൾ ആദ്യം എടുക്കാൻ പോയത്? ഞങ്ങൾ എടുക്കാൻ പോയില്ലല്ലോ. വലത്തോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വർഗീയതയുടെ കാളിയൻ. അത് പിന്നെ ഇടത്തോട്ട് വന്നായിരുന്നെങ്കിൽ ഓൻ മുത്ത്. കോൺഗ്രസിന്ന് BJPന്ന് മാറി ഓക്കെ, അംഗീകരിക്കാവുന്നതാണ്, കൈയടിക്കുന്നു. പക്ഷെ നേരെ കോൺഗ്രസിലോട്ടല്ലേ പോയത്. ഒരു ബൂർഷാ പാർട്ടിയിൽ നിന്ന് മറ്റൊരു ബൂർഷാ പാർട്ടിയിലേക്ക്, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കാണുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒരു പാർട്ടി. അതെ, നിങ്ങൾ തന്നെ പണയണോ? ബൂർഷാ പാർട്ടിയിൽ നിന്നും മറ്റൊരു ബൂർഷാ പാർട്ടിയിലേക്ക് വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും കോൺഗ്രസ് ചെറുതായിട്ട് താമര മാറി കൈപ്പത്തിയായി. അതെ, കൊണ്ടുപോട്ടെ. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചുമില്ല, വിളിച്ചുമില്ല. ഞങ്ങൾക്ക് കരച്ചിലൊന്നുമില്ല. പിന്നെ ഈ ഒരാൾ വരുന്നു പോകുന്നു, അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇപ്പൊ ആരൊക്കെ വന്നാലും പാലക്കാട്ട് ഒരു മറിമായോ സംഭവിക്കാമുള്ള പാലക്കാട് സരിൻ തന്നെ ജയിക്കും. ഈ സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേർന്നെന്നും പറഞ്ഞ് അങ്ങോട്ട് ആരും കോൺഗ്രസിന് വോട്ടൊന്നും ആരും കൊടുക്കാനൊന്നും പോണില്ല. എല്ലാ വോട്ടും ഞങ്ങൾക്ക് തന്നെ, അവർക്കുള്ള അതെ, ഞങ്ങൾക്ക് വോട്ട് മാത്രമല്ല വോട്ട് പോലെ നിങ്ങളുടെ പാർട്ടിക്കാര് മറിക്കാനിരിക്കുവാന്നാ കരക്കമ്പി. അതൊക്കെ കരക്കമ്പിയല്ലേ? കരക്കമ്പി വിശ്വസിച്ചുകൊണ്ട് കൂടി ഇരുന്നു. ഞങ്ങൾ ജയിക്കണമെന്ന് കാണാം. ജയിക്കുമെന്ന്. എന്തായാലും ഇടതിന്റെ ഒരു ഗതികേട് നോക്കണേ. എന്താ, എന്ത് ഗതികേട്? അവന് മറ്റേ വലതിൽ നിന്നായിരുന്നു അവന് കുറച്ച് മാന്യതയെങ്കിലും നമ്മൾ കൊടുത്തേനെ. അവൻ അവിടുന്ന് മാറിപ്പോയി ഇടത്തോട്ട് കയറിയേക്കുന്നത്. എനിക്കാണേലും എന്റെ ഒരു സംശയമാണ്, നിങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ എന്തടേ, ഇത് എല്ലാ പാർട്ടിക്കാരെയും കൂടെ ആണ്, എന്തടേ നിങ്ങൾക്ക് ഇങ്ങനെ ഡബിൾ ഡാഡി സിൻഡ്രോം? ഇന്നലെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരനാറികളെ എന്ന് വിളിച്ചിരുന്ന ആൾക്കാരാണ് ഇന്ന് ബ്രോ, ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നു. കണ്ടില്ലേ നിങ്ങൾ സന്ദീപ് ജി വാര്യർ മറ്റേ കോൺഗ്രസിലോട്ട് ചെന്നപ്പോഴുള്ള സ്നേഹപ്രകടനങ്ങൾ? ഷാഫിയും സതീശനും സുധാകർ ജിയും ഒക്കെ കെട്ടിപ്പിടിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിൽ എന്താണ്ട് മോശമായിരുന്നു. നിങ്ങൾ മറ്റേ സരിനെ പരന്നാറിന്ന് വിളിച്ചിട്ടല്ലേ ഓനെ കയറി കെട്ടിപ്പിടിച്ചത്? ഇപ്പൊ സരിൻ ബ്രോ. BJPക്കാരോ? അത് അതിനപ്പുറവാ, ബാക്കിയാ എല്ലാം കണക്കിന്. നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നത്? ഇന്നലെ വരെ ചീത്ത വിളിച്ചവനെ, തന്തയ്ക്ക് വിളിച്ചവനെ ഇന്ന് കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കാൻ? രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഈ ഉളുപ്പില്ലായ്മ വേണം എന്നുള്ളത് നിർബന്ധമാണോ? അതിപ്പോ നമ്മൾ ഏത് ഫീൽഡിൽ പോയാലും കുറച്ച് തൊലിക്കെട്ടിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള തൊലിക്കെട്ടി പോലെ ആർക്കും വരൂലടെ. എന്തുവാ രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നിലപാട് എന്ന് പറയുന്ന ഒരു സാധനം ഒരു മനുഷ്യന് വേണം. മനുഷ്യന് രാഷ്ട്രീയം ഉണ്ടാകുമ്പോൾ അത് ആവശ്യാനുസരണം മറ്റേ ഉടുപ്പ് മാറുന്ന പോലെ മാറാനുള്ളതല്ലേ. നമ്മളൊരു ആശയം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കണ്ടേ. സന്ദീപ് ജി വാര്യർ എന്തിനാ മാറിയത്? മാറിയ കാര്യങ്ങൾ അക്ക വിട്ട് പറഞ്ഞതല്ലേ. ഒരു സരിൻ ബ്രോ അതും ഇങ്ങനത്തെ ഗ്രൂപ്പ്
ഗ്രൂപ്പിസം കളിച്ച് കോൺഗ്രസ് ഗ്രൂപ്പിസം കളിച്ച് ഷാഫി പറമ്പിലിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗ്രൂപ്പിസം കാണുവാണ് സരിൻ പാർട്ടി മാറിയത്. അതുപോലെ സന്ദീപ് വാര്യർക്ക് വേണ്ടുന്ന രീതിയിൽ നോക്ക് കേട്ടോ അങ്ങ് BJP അത് ആലോചിക്കാം കേട്ടോ. ജാവദേക്കർ ഇപ്പോഴും ശ്രമം നടത്തുന്നു. ഞങ്ങൾ പിടിച്ചു വെക്കുന്നുള്ളൂ, മാക്സിമം ഞങ്ങൾ ഇങ്ങനെ പിടിച്ചു വെക്കുന്നുള്ളൂ. വഴുതി പോകുന്നു. ഇവര് പിടിച്ചു വെച്ചതിന്റെയാണ് കട്ടൻ ചായയും പരിപ്പുവടയിലൂടെയും CPM-നെ തെറി വിളിച്ചെങ്കിലും വിശാല ഹൃദയനായ അണ്ണന്മാർ ക്ഷമിച്ചിരിക്കും. അതെ അതെ, അതുകൊണ്ട് ഞങ്ങള് മറ്റേ പ്രചരണത്തിനൊക്കെ ഇറക്കി. അതൊക്കെ ഞങ്ങളുടെ വിജയമായിട്ട് കാണണം കേട്ടോ. എന്നാലും BJP-യിൽ പോയത് നന്നായി. ഞങ്ങള് അവർക്ക് സോറി തെറ്റിപ്പോയി. കോൺഗ്രസിലോട്ട് പോയത് നന്നായി. കോൺഗ്രസിലോട്ട് പോയത് നന്നായി. അവരത് നിങ്ങളുടെ കപ്പിത്താനല്ല നിങ്ങളുടെ MP ഗോവിന്ദനും AK ബാലനും ഇതൊന്നും അല്ലല്ലോ ആദ്യം പറഞ്ഞത്. സന്ദീപിന് തുറന്നിട്ടേക്കുവാണ് വാതില്. AKG ആർക്കാണ് തുറന്നിട്ട് കൊടുക്കാതെ? സന്ദീപിനെ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്കുണ്ടോ? ഞാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഈ പാർട്ടിക്ക് ഒരു അന്തസ് ഉണ്ടായിരുന്നു. BJP-യെക്കാളും കോൺഗ്രസിനേക്കാളും അന്തസ്സും നിലപാടും ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ഏത് കാലം വരെ? VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന കാലം വരെ. പിണറായി എന്ന് കേറിയോ നിലപാടിന്റെ കാര്യത്തിൽ നിങ്ങൾ VS ഫാനല്ലേ? നമ്മള് VS ഫാൻ. അതുകൊണ്ട് പറയുന്നത് കണ്ടെടുത്താ കണ്ടു. നമ്മൾ ആലപ്പുഴക്കാരുടെ VS കഴിഞ്ഞിട്ടുള്ള അങ്ങനെ വ്യക്തി വൈരാഗ്യം എന്ന് പറയാതെ പാർട്ടി വൈരാഗ്യമല്ല. എന്ത് വ്യക്തി അയ്യോ നിങ്ങളുടെ കപ്പിത്താന് ജയ് വിളിക്കുന്നതോടെ സൂര്യനാണ് കഴുകനാണ് കഴുതയാണെന്നൊക്കെ. കഴുതയല്ല സൂര്യൻ. അത് വ്യക്തി ആരാധനയല്ലേ? അത് പിന്നെ ഞങ്ങളുടെ നേതാവിനെ ഞങ്ങളൊന്ന് ഉപ്പുകെട്ടുന്നോട് വ്യക്തി ആരാധനയ്ക്കപ്പുറം ആ മനുഷ്യനെടുത്തിട്ടുള്ള നിലപാടുകളോടുള്ള ആരാധനയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, പച്ചയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള സ്നേഹവും കരുതലുമാണ്. അല്ലാതെ നിങ്ങളുടെ പിണറായി ആ കോർപ്പറേറ്റ് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഏതെങ്കിലും ഒരു സ്വഭാവം ആ മനുഷ്യൻ ഇന്ന് വരെ കാണിച്ചിട്ടുണ്ടോ? എന്താണ് കാണിച്ചത്? ഇത് വിളിക്കുന്നതിൽ മാത്രമല്ല കമ്മ്യൂണിസം ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞു സമയം കിട്ടുമ്പോ കണ്ട തൊട്ടിയേയും തോൽവിയേയും മുഴുവൻ ഈ പാർട്ടിക്കകത്ത് വലിച്ചു കയറ്റും. വഴി കൂടെ പോകുന്നവനെ വരെ വിളിച്ചു കയറ്റി അംഗത്വം കൊടുക്കുക. അവര് നാണക്കേടോ. ഇന്നലെ വരെ അവര് സ്വീകരിച്ച നിലപാട് അത് അവർക്ക് വേണ്ട, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നു. ഞങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നു. അതിലെന്താണ് ഇത്ര തെറ്റ്? അത് തൊട്ടി എന്നൊക്കെ പറയുന്നത് അവര് നിലപാട് മാറി വരുന്നതല്ലേ? അവര് നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നതാണ്. നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. വെളിപാടല്ല വകതിരിവില്ലാഞ്ഞിട്ടാണെന്ന് ഞാൻ പറയാം. ആ ഒരു വെളിപാട് കിട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. അല്ല അലക്കുന്നുണ്ടല്ലോ. സരിൻ വന്നത് പിന്നെ എന്തിനാണ്? സരിൻ വേണമെങ്കിൽ BJP-യിലോട്ട് പോയായിരുന്നല്ലോ. ഇത് പോയില്ല, ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റിലേക്ക് വന്നില്ലേ? അതാണ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരൂ, ഞങ്ങൾ ഒരു പദവി തരാമെന്നല്ലേ ഇപ്പോൾ പിണറായി പറയുന്നത്. പണ്ട് ഒരു ബ്രാഞ്ച് സെക്രട്ടറി വരെ ആകണമെങ്കിൽ വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണം ഒരു സഖാവിന്. അല്ലാതെ ഇന്നലെ വന്ന് കേറുന്നവന് കസേര കൊടുക്കുവല്ല കേട്ടോ. പാർട്ടിയെ കോളം തോണ്ടുന്നത് ഇങ്ങനെ ഒറ്റ ഒരുത്തനാണ്. ഞങ്ങൾ 10 വർഷം തികയ്ക്കാൻ പോകുന്നു. അത് ഞങ്ങളുടെ കഴിവാണ്, ഞങ്ങളുടെ പിണറായി സഖാവിന്റെ കഴിവാണ്. കിറ്റ് കൊടുത്താണ് ഞങ്ങൾ നേടിയത്. കിറ്റ് ഒരു ഉദാഹരണം മാത്രം. ഇങ്ങനത്തെ ജനകീയമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്താണ് ഞങ്ങൾ 10 വർഷം തികയ്ക്കാൻ പോകുന്നത്. ഇനി 15ാം വർഷത്തിലേക്ക് ഞങ്ങൾ അടുത്ത വർഷം 15ാം വർഷത്തിലേക്ക് കയറും. ഈ കിറ്റ് പിണറായിയുടെ തറവാട്ടിലെ കാശെടുത്തായിരുന്നു കിറ്റ് ഉണ്ടാക്കുന്നത്. എന്നാലും കൊടുത്തില്ലേ? കൊടുക്കാൻ വേണ്ടി കേന്ദ്രം നമുക്ക് എന്ത് തന്നു? വയനാട് വേണ്ടി അത് മേടിക്കാൻ കഴിവില്ലാത്തത് നിങ്ങളുടെ കഴിവുകേട്, മനസ്സിലായോ? കേരളം പിന്നെ വേറെ സംസ്ഥാനമാണല്ലോ, ഇന്ത്യയിലുള്ളതല്ലല്ലോ. നമുക്ക് വയനാട്ടിലെ ഇതിനിടെ കേന്ദ്രം കളിക്കുന്ന കളി നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മുടെ വയനാടിനെ നിങ്ങൾ പാടെ തള്ളിക്കളഞ്ഞോണ്ട് നമ്മളെ ഒരുമാതിരി ആക്കലുണ്ടല്ലോ. ഓർക്കൂല നമ്മളത്. എന്താണോ മോങ്ങുന്നേ? എന്തായാലും അയ്യോ ഇവര് കേന്ദ്രത്തെ തള്ളി പറയും. നിങ്ങളുടെ പിണറായി മോദി ഒത്തു കളിക്കുമല്ലേടോ? ആർക്കാണ് അത് മനസ്സിലാവാത്തത്? അത് സന്ദീപും പറഞ്ഞായിരുന്നു. ഈ BJP-യും പിണറായിയും തമ്മിൽ ഒത്തു കളിക്കുന്നത് കാണാൻ വയ്യ, അത് കാണാൻ വയ്യാതെയാണ് അങ്ങോട്ട് പോണേന്ന്, കോൺഗ്രസിലോട്ട് പോണേ. മനസ്സിലായില്ലേ? എപ്പൊ ഒത്തു കളിക്കണെന്ന് മനസ്സിലാവുന്നില്ല. അത് ഏത് കാലത്താണെന്ന്. മോദിജി വന്ന കാലം മുതൽ പിണറായിജി ഉള്ള കാലം മുതൽ അങ്ങനെയാണല്ലോ. നിങ്ങളുടെ മോദിയും മറ്റേ പിണറായിജിയും തമ്മിലുള്ള ഡിങ്കോൾഫി. ഇവിടെ കോൺഗ്രസും BJP-യും തമ്മിലാണ് ഡിങ്കോൾഫി. അല്ലാതെ CPM ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഞങ്ങളെ തോപ്പിക്കണം. ഇടതുവിരുദ്ധത അത് മാത്രമേ ഇവിടെ കേരളത്തിൽ മാത്രം കിടക്കുന്ന നിങ്ങളെ തോപ്പിക്കണം. അതെ, കേരളത്തിൽ ഞങ്ങൾ പടർന്ന് നിൽക്കല്ലേ? ഇവിടെ വേരോടാൻ പറ്റുന്നില്ല. ഞങ്ങളെ തോൽപ്പിച്ചാലല്ലേ അത് പറ്റുള്ളൂ. അതിനാണ് രണ്ടുപേരും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്തായാലും സന്ധ്യയുടെ ഒരിടത്ത് ഉണ്ടായിട്ടേ ഇങ്ങനെ ഒരു 5-6 വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഉണ്ടായെങ്കിൽ എന്താ ഞങ്ങള് ചുവടുകൊണ്ട് വ്യാപിപ്പിച്ചേനെ. അതുകൊണ്ടാണ് ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഒക്കെ അടിച്ചൊടിച്ച് വിട്ടത്, കയ്യിലിരിപ്പ് കാരണം. എന്തായാലും സന്ദീപ് വാര്യടുത്ത് പറഞ്ഞേക്ക്. എന്തിനാ ഞാൻ ഭയപ്പെടണേ? നിങ്ങൾ ഭയപ്പെടാൻ അങ്ങോട്ട്. എന്നാ ഞാൻ ഒരു ഓണത്തിന് പറഞ്ഞതേ ഉള്ളൂ. നിലപാടില്ലാത്തവന്മാരോടൊന്നും നമുക്ക് ഏത് നിലപാടില്ല. അയ്യോ, നിങ്ങളുടെ സരിൻ ബ്രോ, സന്ദീപ് ബ്രോ പള്ളി പൊളിച്ചെടുത്തേക്ക് വെള്ളി ഇഷ്ടിക സംഭാവന ചെയ്ത പാർട്ടിക്ക് നല്ല മുതൽക്കൂട്ടായിരിക്കും സന്ദീപ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പാർട്ടി ഓഫീസിൽ നിന്ന് പിടിച്ചോണ്ടോ? അതെ അതെ, അത് തെറ്റാതെ പറഞ്ഞു. പോയ പോക്ക് തെറ്റൊന്നും പേടിയുണ്ടായിരുന്നു, പക്ഷെ തെറ്റാതെ ഞാൻ പറഞ്ഞു കേട്ടോ. എന്തായാലും സന്ദീപ് പോയതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ഞങ്ങള് കമ്മ്യൂണിസ്റ്റിലോട്ട് വരാത്തിൽ ഞങ്ങൾക്ക് വിഷമൊന്നുമില്ല. കോൺഗ്രസേ അർഹിക്കുന്നുള്ളൂ. അത് അങ്ങനെ ഞങ്ങൾ എഴുതി അങ്ങ് തള്ളും. മുസ്ലിം ലീഗ് എവിടെ? കോൺഗ്രസിലെ മതനിരപേക്ഷവാദികൾ എവിടെ? മുസ്ലിം ലീഗ് എവിടെ? അവര് ഇങ്ങനെ ഒരു വ്യക്തിയെ സ്വീകരിക്കോ? അവരുടെ നിലപാട് പറയട്ടെ. കോൺഗ്രസിൽ മുസ്ലിം ലീഗിനെ നിങ്ങൾ വിളിച്ചായിരുന്നല്ലോ, അവര് വരുന്നില്ലെന്ന് പറഞ്ഞിട്ടല്ലേ? അവര് കോൺഗ്രസിലൊക്കെയല്ലേ? കുറെ കാലമായിട്ട് ഗോവിന്ദനും പിണറായും കൂടെ മുസ്ലിം ലീഗിനെ ഇങ്ങ് വിളിക്കുക, വാ ഇങ്ങോട്ട് വാന്ന്. മൊഞ്ചത്ത് ഇങ്ങ് വരാന് വരുന്നില്ല, ലീഗും വരുന്നില്ല. അത് എല്ലാവരും വെളിപാട് കിട്ടി വന്നാൽ മതി. ഞങ്ങൾ വിളിക്കുന്നേ ഉള്ളൂ. വെളിപാട് കിട്ടി മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നാൽ മതി. നിങ്ങളുടെ നിലപാട് മാറി നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കും. അതിന് നിങ്ങൾ ആരും തടസ്സപ്പെടുത്തില്ല, ആരും തടയില്ല. സരിൻ അങ്ങനെയല്ല, നിങ്ങൾ ശശികല എടുക്കും, ഉറപ്പായിട്ട് എടുക്കും. വന്നാൽ ഞങ്ങൾ എടുക്കും. നിലപാട് മാറി എന്നിട്ട് പിന്നെ ഇവര് എന്തുവാ ശൈലജ ടീച്ചറിനുള്ള ജൈവലി മാറ്റി വെച്ചിട്ട് ശശികലയ്ക്ക് ജൈവലിക്കും. ടീച്ചറാണ്, ടീച്ചർ ഉണ്ടല്ലോ അല്ലേ? ശൈലജ ടീച്ചർ, ശശികല ടീച്ചർ. അതിപ്പോ ഞങ്ങള് ആ നിലപാട് ഞങ്ങൾക്ക് ഒരു മാറ്റമില്ല. ആര് അവരിപ്പോ നിൽക്കുന്ന നിലപാടിൽ നിന്ന് മാറി ഞങ്ങളുടെ നിലപാടിനോട് ചേർന്ന് വരുന്നോ അവരെ ഞങ്ങൾ സ്വീകരിക്കും. അത് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളത്. നിങ്ങൾ ഇങ്ങനെ നിലപാടെന്ന് പറയാത്ത ഇല്ലാത്ത എന്തോ ഒരു സാധനം നിങ്ങൾ പറയണ പോലെയാണ്. ഞങ്ങൾക്ക് നല്ല നിലപാടുണ്ട്, ഞങ്ങൾ നല്ല നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രം നിലപാടില്ലെന്ന് പറയുന്നത് എന്തോ? ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞേക്കാവോ? എന്താ നിലപാടും കൊണ്ട് ഒലക്കട മൂട്. ഒലക്കര മൂട്.